ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന വീടുകൾ അതിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാകും, എന്തൊക്കെ, അതായത് ഉരുളെടുത്തു പോയവരുടെ വലിയൊരു പ്രതീക്ഷയും കൂടിയാണ് ഇനിയുള്ളത് ഈ ടൗൺഷിപ്പിലെ വീടുകൾ. അതിൽ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാകും, എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നത്. അതെ, അതെന്തായാലും ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം അല്ലെങ്കിൽ വീടുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ നമുക്ക് ദീപക് മലയമ്മ പറഞ്ഞു തരും. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വേണ്ടി ഇന്നൊരു ടൗൺഷിപ്പിന് തറക്കല്ലിടൽ ചടങ്ങ് നടക്കുകയാണ്. എന്താണ് അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു പ്ലാൻ? എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഇത്രത്തോളം വീടുകൾ സജ്ജീകരിക്കുമ്പോൾ ആളുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങളായിരിക്കും ഉണ്ടാവുക? ആ കാര്യങ്ങളാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇതാണ് 62 ഹെക്ടറിൽ തയ്യാറാക്കുന്ന വീടിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള പ്ലാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ 62 ഹെക്ടർ ഭൂമി ഏതാണ്ട് കൽപ്പറ്റ നഗരത്തിൻ്റെ തൊട്ടരികിലായി തന്നെ ഇവിടെ ബൈപ്പാസ് റോഡ് കടന്നു പോകുന്ന അരികിലാണ് ആ ഭൂമി വരുന്നത്. അവിടേക്ക് ഈ വീടിൻ്റെ ഒരു പ്ലാൻ കൂടി നമുക്ക് നോക്കാം. 1000 സ്ക്വയർ ഫീറ്റിലാണ് വീട് സജ്ജീകരിക്കുന്നത്. ഇവിടെ ഒരു കൃത്യമായി നമുക്ക് സിറ്റ് ഔട്ട് എന്ന് പറയുന്ന ഏരിയ ഇതാണ്. ഈ സിറ്റ് ഔട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെ സൗകര്യങ്ങളാണ് വീടിനകത്ത് ഉള്ളത്? സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ പോകുന്നത് ഒരു സ്റ്റഡി റൂമിലേക്കാണ്. ഈ സ്റ്റഡി റൂമിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഈ ഭാവിയിൽ നമുക്ക് ആവശ്യമെങ്കിൽ മുകൾ തട്ടിലേക്ക് വീടെടുക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയർ ഉൾപ്പെടെ സജ്ജീകരിക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ സ്റ്റഡി റൂമിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഒരു ബെഡ്റൂം വലതുവശത്ത്, വീടിൻ്റെ വലതുവശത്ത് ഒരു ബെഡ്റൂം ക്രമീകരിച്ചിരിക്കുന്നത് കാണാം. അത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയയാണ് ഡൈനിങ് സ്പേസ് എന്നുള്ള രീതിയിൽ കൺസീവ് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് സ്പേസിൻ്റെ തൊട്ടടുത്ത് തന്നെ നേരത്തെ നമ്മൾ കാണിച്ച റൂമും അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമും കഴിഞ്ഞാൽ അതിന് തൊട്ടുപുറകിലായി ഒരു കോമൺ ബാത്റൂം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് തൊട്ടുപുറകിൽ നമുക്ക് ഒരു ബെഡ്റൂം കൂടി കാണാം. എന്ന് വെച്ചാൽ ഈ വീടിൽ പ്രാഥമികമായി ഉള്ളത് ഇത്ര കാര്യങ്ങളാണ്. ഈ ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് നമ്മൾ പിന്നീട് കിച്ചണിലേക്ക് കടക്കുന്നത്. കിച്ചണും വളരെ വിശാലമായ രീതിയിൽ തന്നെയാണ് ഒരു കിച്ചൺ ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കിച്ചണിൽ നിന്ന് മറ്റൊരു വർക്ക് ഏരിയ കൂടി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഉതകുന്ന തരത്തിൽ ഒരു ഡോറിൻ്റെ സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 62 ഹെക്ടർ ഭൂമിയിൽ ഏതാണ്ട് 410ഓളം വീടുകൾ എന്നുള്ളതാണ് നിലവിലെ ഒരു പദ്ധതി. അതിൽ തന്നെ ചില ആളുകൾക്ക് സമ്മതപത്രം നൽകുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അവർ ഇനിയിപ്പോൾ സമ്മതപത്രം നൽകിക്കഴിഞ്ഞാൽ എത്ര വീടുകളാണ് പൂർണ്ണമായും സജ്ജീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് നൽകാൻ കഴിയുകയും ചെയ്യും. എന്തായാലും വരുന്ന ഡിസംബറിന് മുൻപ് പൂർണ്ണ തോതിൽ ഈ ടൗൺഷിപ്പ് സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രാരംഭ നടപടികളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റുകളായ അഭിനജയ്ക്കും ബിനീഷ് ഒളവനയ്ക്കുമൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, വയനാട്.